നുസ്രത് ജഹാനിലേക്ക് വരാം. നുസ്രത് ജഹാൻ, അവിടെ ഒരു വനിതാ മുഖ്യമന്ത്രിയായിരുന്നു ഡൽഹിയിൽ ഉണ്ടായിരുന്നത്, അതിഷി നയിച്ച സർക്കാരിനെ അവിടുത്തെ ജനങ്ങൾ മാറ്റി നിർത്തുന്നു. അതിഷി വിജയിച്ചു, പക്ഷേ ഭൂരിപക്ഷം നേതാക്കളും ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പരാജയപ്പെടുന്നു. വനിതകൾക്ക് ഏത് പാർട്ടി ആയാലും, അത് കേരളത്തിലായാലും, നുസ്രത് ജഹാൻ, നിങ്ങൾ പറയുന്നത് ഇത്ര കാലമായിട്ട് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല, വനിതകൾക്ക് വേണ്ട പ്രാതിനിധ്യം നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പരാതികളാണ്. അത് രാഷ്ട്രീയത്തിലുപരിയായി LDF വന്നാലും UDF വന്നാലും കേന്ദ്രത്തിൽ ഇപ്പോൾ അങ്ങനെ പറയാനില്ല. രാഷ്ട്രപതി അടക്കമുള്ള പ്രധാനപ്പെട്ട സീറ്റുകളിൽ വനിതകളുണ്ട്. മുഖ്യമന്ത്രിമാരെ എടുക്കൂ. നമ്മൾ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ എടുത്താൽ എത്ര മുഖ്യമന്ത്രിമാരുണ്ടാവും വനിതകൾ? അങ്ങനെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടും വനിതകളുടെ പിന്തുണ അവിടെ ഡൽഹിയിൽ ജനങ്ങൾ നൽകിയില്ല എന്നുള്ള തരത്തിലാണോ ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത്? കാരണം വനിതകൾക്ക് ശക്തമായ വോട്ടുണ്ട്, അവർ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുന്നവർ ആണ്. നമുക്കറിയാം, സുഷമ സ്വരാജ് അവിടെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പരാജയപ്പെട്ടത് എങ്ങനെയാണ്? ഉള്ളിക്ക് വില കൂടിയതിൻ്റെ പേരിൽ സുഷമ സ്വരാജിന് മുഖ്യമന്ത്രി പദം നഷ്ടപ്പെടുന്ന ചരിത്രം ഉണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ കൃത്യമായി സാധനങ്ങളുടെ വില, മാർക്കറ്റിലെ വില, അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു സമൂഹം എന്നുള്ള നിലയിൽ വനിതകൾ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്തത് കൊണ്ടാണ് ഈ സർക്കാർ പിന്നിലേക്ക് പോയതെന്ന് കരുതുന്നു, പ്രത്യേകിച്ച് ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത്? നുസ്രത് ജഹാൻ. വനിതകളുടെ കാര്യം എന്നല്ല, ഈ ഡൽഹിയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സെൻസ് ഉണ്ട്. അവരവസരം കൊടുക്കൂ, അവർക്ക് അത് അതുപോലെ തന്നെ വിഡ്രോ ചെയ്യാനും അറിയാം. ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തുള്ളതിനേക്കാളും രാഷ്ട്രീയവും അതിന്റെ ബുദ്ധിമുട്ടുകളും എല്ലാം കണ്ടറിഞ്ഞ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവുമുള്ള ഡൽഹിനെ കാണുന്നതും ഇവിടെ സംഭവിക്കുന്നതും നേർക്കുനേരെ കാണുക. അപ്പൊ ഞാനടക്കമുള്ള ആൾക്കാർ ഇവിടെ നേർക്കുനേരെ കാണുമ്പോ അവർക്ക് ജാതിയും മതവും സ്ത്രീ പുരുഷൻ എന്നൊന്നും ഭേദമില്ല, അതിനൊന്നും വ്യത്യാസം ഇല്ലാതെ വോട്ട് രേഖപ്പെടുത്തേണ്ടത് കറക്റ്റായിട്ട് അവർ വോട്ട് രേഖപ്പെടുത്തു. വനിതാ മുഖ്യമന്ത്രിനെ കിട്ടിയത് കൊണ്ട് ഡൽഹിക്കാർക്ക് ഒരു പ്രത്യേക ഗുണമൊന്നും ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം പറയുകയാണെങ്കിൽ. പിന്നെ ഈ കഴിഞ്ഞ ജനങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഫ്രീ വേണ്ട, നല്ലത് മതി. കാരണം ഡൽഹിയിൽ സ്ത്രീകളും അധ്വാനിക്കുന്നവരാ. ഡൽഹിയിൽ ഇപ്പൊ ഏതൊരാളും ജോലി ചെയ്യാത്ത സ്കൂൾ വിട്ട് വന്ന് വൈകുന്നേരം അവൻ മാർക്കറ്റിൽ പോയി 10 രൂപയുടെ കച്ചവടം ചെയ്യണ കുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. അത് അവന്റെ പോക്കറ്റ് മണിക്കുള്ള അവൻ ഉണ്ടാക്കുക ആ സമയത്ത്. അതുപോലെ സ്ത്രീകള്, ഒരാളും വെറുതെ നിൽക്കാത്ത ഒരു ഡൽഹിയിൽ അവർക്ക് സത്യം പറയുകയാണെങ്കിൽ ഒരു ഫ്രീന്റെ ആവശ്യമില്ല, ഉള്ളത് ഡീസന്റ് ആയിട്ട് കിട്ടണം എന്ന് മാത്രമേ ഡൽഹിക്കാർ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഇലക്ട്രിസിറ്റീന്റെ കാര്യമാണെങ്കിൽ അത് അത്ര യൂണിറ്റ് ഉള്ള എത്ര പേരുണ്ടാവും? അങ്ങനെ ആ ലെവലിലാണ് അത് പോയത്. വെള്ളം എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം കൂടിയ കാലത്ത് പോലും മറ്റുള്ള സംസ്ഥാനത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. എയർ പൊല്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് ഒരുപാട് പദ്ധതികൾ ചെയ്യായിരുന്നു ഇവിടെ 10-15 വർഷം കൊണ്ട്. അപ്പോ ആ ഒരു രീതിയിൽ പോലും ഇല്ലാതെ ഏറ്റവും അധികം പൊല്യൂഷനും ഏറ്റവും അധികം അസുഖങ്ങളും ബാധിച്ച ഒരു സിറ്റി. ഈ എന്താ പറയാ, വെള്ളത്തിനെ കുറ്റം പറഞ്ഞ് വിഷമുള്ളത് കൊണ്ടാണെന്ന്. വിഷമുള്ള വെള്ളത്തിനെ കുറ്റം പറഞ്ഞ ആള് ഇവിടെ വിഷമാണ് വിറ്റിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ലിക്കർ സ്കാം നടന്നത് ഡൽഹി മുഖ്യമന്ത്രിയാ. ലിക്കർ വിമുക്ത ഡൽഹി എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ കോൺഗ്രസ് വിമുക്ത ആപ്പ് വിമുക്ത ഡൽഹി ആയിപ്പോയി ലാസ്റ്റ്. അതാപ്പ ഉണ്ടായേ. അല്ലാതെ എല്ലാ സ്ഥലങ്ങളിലും ഡ്രഗും എല്ലാ കാര്യങ്ങളും സർവ വ്യാപകമായി കാണുന്ന ഒരു അവസ്ഥയിലാണ് കാണുന്നത്. ഇദ്ദേഹം ചെയ്ത ഒരു സ്കാം അതന്നെ കാരണം ഏറ്റവും അഴിമതി രഹിതമായിട്ട് വന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ അഴിമതി കാണിക്കുക, പുറത്ത് വേറൊരു മുഖവും അകത്ത് വേറൊരു മുഖവും കാണിക്കുന്ന ഒരു കെജ്രിവാളിനെയാണ് ഡൽഹിക്കാർ കണ്ടത്. പിന്നെ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് 0-ലേക്ക് കോൺഗ്രസ് പോവാൻ കാരണം എന്താ? കോൺഗ്രസ് വിമുക്ത ഡൽഹി ആഗ്രഹിച്ചു തുടങ്ങി ഇവിടുത്തെ ആൾക്കാർ. ഇവിടെ ഉള്ളവർ അവിടെ വന്ന് വോട്ട് വാങ്ങി ജയിച്ചത് ഒന്നും വലിയ കാര്യമല്ല. അത് അവിടുത്തെ ആൾക്കാരെ തലയിൽ എഴുതിയത് വേറെയാണ്. ആ ലിപികൾ വേറെ ആയതുകൊണ്ട് മാത്രമാണ് വയനാട്ടിലൊക്കെ വന്നിട്ട് ഇവർക്ക് ജയിക്കാൻ പറ്റുന്നത്. അല്ലാതെ ഈ ഡൽഹിക്കാരെ അവരെ അംഗീകരിക്കൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞ പോലെ അരവിന്ദ് കെജ്രിവാളിന്റെ വേഷത്തിനെ പറ്റി പറഞ്ഞു, സാധാരണക്കാരനാതെ ഒരു ഡിഗ്നിറ്റി ഇല്ലാതെ. ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ അതൊക്കെ വേണോ? നമ്മളൊരു രാഷ്ട്രത്തിലെ ഭരണാധികാരിയായി നിൽക്കുമ്പോ പിച്ചക്കാരനെ പോലെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഇപ്പൊ രാഹുൽ ഗാന്ധി ടീഷർട്ടും പാന്റും ഇട്ടിട്ട് പാർലമെന്റിൽ പോണ പോലെ. ഇറ്റ്സ് നോട്ട് എ യൂണിഫോം അല്ലേ, പിന്നെ ഒരു ഒഫീഷ്യൽ ഡ്രസ് അല്ലല്ലോ അദ്ദേഹം ഇടുന്നത്. അപ്പൊ ഇവരൊക്കെ കാണിക്കുന്നത്, ഇവരൊക്കെ വിചാരം ജനങ്ങൾ പൊട്ടന്മാരാ. പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ മനസ്സ് വേദനിച്ച ജനങ്ങളാ, ചോര കണ്ട ജനങ്ങളാ. അവർക്ക് നല്ല അധികാരം കിട്ടുമെന്ന് വിചാരിച്ച് ഒന്ന് മാറി കുത്തിപ്പോയതാ ആപ്പിന്. അതറിയാതെ ആപ്പിലായി പോയതാ. അത് അവര് തിരിച്ചറിഞ്ഞു. അത് തിരിച്ചറിഞ്ഞപ്പോ ഇതിന്റെ തൊട്ടപ്പുറത്ത് ഹരിയാനയിലും UP-യിലും BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് എന്താ നടക്കുന്നതെന്ന് ഡൽഹിയിലെ ജനങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഗുർഗാവ്, നോയിഡ ആ ഭാഗങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോ നമ്മൾ ബോർഡർ സൈഡിൽ തന്നെ ഡൽഹിക്കാർക്ക് കാണാം എന്താണ് ഡൽഹിന്റെ ചുറ്റുവട്ടത്തിലുള്ള പ്രോഗ്രസ് എന്ന് കാണാം. അപ്പൊ ഡൽഹിക്കകത്ത് എന്താ ഉണ്ടായേ? കുത്തിപ്പൊളിഞ്ഞ റോഡ്. മഴ വന്നാല് 2-3 മണിക്കൂർ അറിയോ, വൈകുന്നേരം മഴ വന്നാൽ ഒരു ടാക്സിക്കാരും ഓട്ടോക്കാരും ഓടൂല. അവര് നിർത്തിയിട്ടേക്കും. കാരണം ബ്ലോക്കിൽ വരും. കാരണം ഫുൾ വെള്ളമായിരിക്കും. കാറിന്റെ പകുതിയോളം വെള്ളത്തിൽ മുങ്ങിപ്പോവും. ഇതൊരു തലസ്ഥാനത്താ. അതിനൊക്കെ മോദിയും പിന്നെ അമിത്ഷാണ് റോഡ് ഉണ്ടാക്കേണ്ടത് പറഞ്ഞാൽ ശരിയാവോ? അവരവരുടെ കാര്യങ്ങൾ ചെയ്യണത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റോഡ്സ് ഒക്കെ ശരിയാക്കാൻ പോലും ഇദ്ദേഹത്തിന് പറ്റിയില്ല. ഈ ഇത്ര കാലം കൊണ്ട് ചെയ്യാൻ പറ്റണ ഇതൊക്കെ തന്നെയാ ഏറ്റവും ദുസ്സഹമായ ഒരു അന്തരീക്ഷം. വൃത്തിയും വെടുപ്പും ഇല്ലാത്ത ഒരു സംഗതികളും വൃത്തിയായിട്ട് നടന്നിട്ടില്ല. കറണ്ട് ബില്ല് സാധാരണ ഏറ്റവും താഴെ കടയിലുള്ളവർക്ക് കിട്ടിയെന്ന് ഒഴിച്ചിട്ട് ബാക്കി എന്താ ഇവിടെ ഡൽഹിക്ക് ഈ ഒരു ഗവൺമെന്റ് കൊടുത്തത്? കോൺഗ്രസ് ഷീലാ ദീക്ഷിതുള്ള കാലത്ത് ഉള്ളത് പറയുമ്പോ അതും പറയണം നമ്മള്. അന്നുണ്ടായ പുരോഗതിയിലപ്പുറം ഒരു പിന്നെ CM ഒന്നും ചെയ്തിട്ടില്ല. വ്യക്തിപരമായിട്ട് അന്ന് കോമൺവെൽത്ത് ഗെയിംസും മറ്റും ഒക്കെ വന്നോണ്ട് അവര് ഡൽഹിനെ കുറച്ച് ഹൈപ്പാക്കി വെച്ച്. ബാക്കി ഇപ്പൊ G20 പ്രഗതി മൈതാനം അതും ഇതൊക്കെ ശരിയാക്കി വെച്ച് മോദി ഗവൺമെന്റ് ചെയ്തപ്പോ അത് പരിഹസിക്കാൻ ആൾക്കാരുണ്ടായി. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഇവിടുത്തെ ആൾക്കാരെ കാര്യങ്ങൾ നോക്കുന്നത് എന്നുള്ള ഒരു തീരുമാനം ഇവരെ കയ്യിൽ ഉണ്ടായിട്ടില്ല. കോൺഗ്രസിനാണെങ്കിൽ മോഡീനെ പരിഹസിക്കാനും മോഡീനെ കല്ലെറിയാനുള്ള ഒരു സമയം. കോൺഗ്രസ് താഴേക്കടയിൽ ഇന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ജനങ്ങളുടെ ഇടയിൽ എങ്ങനെ നമ്മള് വർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള BJP-ന്നും RSS-ന്നും തന്നെ പഠിക്കണം. അവർ പരിഹസിച്ചോട്ടെ, അത് പഠിക്കന്നെ വേണോ? ഇവിടൊക്കെ വർക്ക് ചെയ്ത ആ ലെവലിലാ. ഒരു ഇലക്ഷൻ പ്രചരണം ആരും കാണൂല. പക്ഷെ ഓരോ വീടുകളിൽ മുഖാന്തരം കൂടിയിട്ടുള്ള ഫാമിലി മീറ്റുകളും ഇതുപോലെയുള്ള കാര്യങ്ങളുമാണ് ഇവർ ചെയ്തത്. അപ്പൊ അതുപോലെ വർക്ക് ചെയ്യാൻ കോൺഗ്രസിന് പറ്റിയിട്ടില്ല. ഇതെല്ലാം ഇവർക്കും അറിയാം. പിന്നെ തമ്മിലുള്ള ഒരു അസൂയ ഉണ്ടല്ലോ. ഇന്ത്യ സഖ്യക്കാരല്ലേ രണ്ടാൾക്കാരും. ആ ഇന്ത്യ സഖ്യം എന്തുകൊണ്ട് ഒന്നായിട്ടില്ല? അതന്നെ അധികാരത്തിന്റെ ആ അഹന്ത കേറിയ രണ്ട് കൂട്ടരാണ് രണ്ടാൾക്കാരും. 0 ആയിപ്പോയി. അതിന് അവസാനം അതന്നെ കിട്ടുള്ളൂ. ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ ബാക്കിയുള്ള സ്റ്റേറ്റുകളിലും. ഇപ്പൊ പരിഹസിച്ചപ്പോ മഹാരാഷ്ട്ര, ഹരിയാന അതന്നെ പറഞ്ഞു. ഇപ്പൊ EVM മെഷീന്റെ മേലെയായി കുറ്റം. ജയിച്ച അപ്പൊ വയനാട്ടിൽ ഇവര് EVM മെഷീൻ കൊണ്ടുവച്ചു. എല്ലാ വോട്ടും കോരിയെടുത്തിട്ട് പോയല്ല പ്രിയങ്ക. എന്തുകൊണ്ട് ഇവർക്ക് ഡൽഹി ഇലക്ഷൻ, നുസ്രത് ജഹാൻ, ഈ ഡൽഹി ഇലക്ഷന്റെ പേരിൽ ആരും ഈ വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞ് കണ്ടില്ല. കണ്ടു ചാനലില് പറയില്ല, ആൾക്കാർ പറയും തുടങ്ങി. ആളുകൾ അത്തരത്തിൽ പറയാൻ ഉള്ള ഒരു ഫലമല്ല അവിടെ കണ്ടത്.